ഇതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്. എന്താ ഇതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത്? ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ. ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ, പുറത്തു വരും. വി കെ ശ്രീകണ്ഠൻ എംപിയുടെ വാക്കുകളാണ്. പാലക്കാട് എംപിയാണ്, കോൺഗ്രസ് നേതാവാണ്. പിന്നീട് അദ്ദേഹം മലക്കം മറിഞ്ഞിട്ടുണ്ട് വലിയ പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ. അതും കൂടി കേൾക്കാം. ഒരിക്കലും പരാതി പറയുന്നവരെ പ്രതിസ്ഥാനത്ത് നിർത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഒരു രീതിയല്ല. ഒരിക്കലും ഒരു വ്യക്തിയെ അപമാനിക്കുകയോ ആക്ഷേപിക്കുകയോ, വനിതയല്ല പുരുഷനെയോ അവമാനിക്കുന്ന ശൈലി എൻ്റെ ഇല്ല. പറഞ്ഞത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞത് പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ്. പരാതിക്കാരിയെ അപമാനിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, കോൺഗ്രസ് നേതാവിൻ്റെ വാക്കുകൾ, അത് അദ്ദേഹത്തിൻ്റെ മാത്രം വാക്കല്ല. മിക്കവാറും കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലിരിപ്പാണ് പുറത്തു വന്നത്. അവരൊന്നും അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ മനസ്സിലും അതൊക്കെയുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ സംവിധാനം തന്നെ, നേതാക്കൾ എല്ലാവരും തന്നെ സ്ത്രീ വിരുദ്ധ മനോഭാവം കൊണ്ടു നടക്കുന്നവരാണ്. നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടവർ, വഞ്ചിക്കപ്പെട്ടവർ, അവർ അവരുടെ അനുഭവം പറയുകയാണ്, വെളിപ്പെടുത്തുകയാണ്. അപ്പോഴാണ് കോൺഗ്രസ് നേതാവ് MP, അദ്ദേഹം ജനപ്രതിനിധിയാണ് എന്നോർക്കണം, പറയുന്നത് തികച്ചും അപമാനകരമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്, പരാതിക്കാരിയെ അപമാനിക്കുന്നത്. അതിനെതിരെ കോൺഗ്രസിൽ നിന്ന് പോലും പ്രതിഷേധം ഉയർന്നു വന്നു. കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്ക് അഭിപ്രായം പറയേണ്ടി വന്നു. പൊതു സമൂഹത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ അഭിപ്രായം പറഞ്ഞു. അപ്പോഴാണ് വി കെ ശ്രീകണ്ഠൻ മാറ്റി പറയുന്നത്. അതുവരെ അദ്ദേഹം മാറ്റി പറയുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് ഇക്കാര്യങ്ങളെല്ലാം. നമ്മുടെ മുന്നിലുണ്ട് VD സതീശന്റെ വാർത്താ സമ്മേളനം. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ നമ്മുടെ മുന്നിലുണ്ട്. ധിക്കാരപരമായിട്ടാണ് പെരുമാറുന്നത്. ചോദ്യങ്ങൾക്ക് മറുചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ഉത്തരം പറയുന്നില്ല, ഒഴിഞ്ഞു മാറുന്നു. പരാതിക്കാരി എന്നോട് പരാതി പറഞ്ഞിരുന്നു, ഒരു പിതാവിനെ പോലെ അത് കൈകാര്യം ചെയ്തിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതിനപ്പുറം എന്താണ് ചെയ്യേണ്ടത്? തൂക്കിക്കൊല്ലാൻ പറ്റുമോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് തിരിച്ചു ചോദിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ മേൽ കുതിര കയറുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്നു, അദ്ദേഹത്തിൻ്റെ നിലപാടിനോടൊപ്പം നിൽക്കുന്നു. പരസ്യമായി അത് പറയാൻ കഴിയാതെ വിമ്മിഷ്ടപ്പെടുന്നു. ചോദ്യം ചോദിക്കുമ്പോൾ ഒന്ന് പ്രകോപിതനാകുമ്പോൾ ഇതൊക്കെ അറിയാതെ പുറത്തു ചാടുന്നു. ഇതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കോൺഗ്രസ് അടിമുടി സ്ത്രീ വിരുദ്ധമായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് വി കെ ശ്രീകണ്ഠൻ്റെ വാക്കുകൾ, VD സതീശന്റെ വാക്കുകൾ. VT ബൽറാം ആവേശത്തോടെ പ്രതികരിക്കുന്ന ആളാണ്. സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി ഇടപെടുന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഷാഫി പറമ്പിൽ, കോൺഗ്രസിൻ്റെ യുവമുഖം, ഏറ്റവും അടുത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ, മാധ്യമങ്ങളെ കാണാതെ ഒളിച്ചു നടക്കുന്നു. ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ അടിമുട്ടി കോൺഗ്രസ് വഴിതെറ്റിയിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ഭേദം. അടിമുടി കോൺഗ്രസ് സ്ത്രീ വിരുദ്ധ സംഘടനയായി മാറിയിരിക്കുന്നു, രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ഈ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്.